മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയ്ക്ക് 50 വർഷമാവുകയാണ്. അത് മലയാളത്തിൽ ഏറ്റവും പ്രകമ്പനം സൃഷ്ടിച്ച ആത്മകഥയാണ്. മലയാളത്തിൽ എന്ന് പറയണ്ട, കാരണം അത് എഴുതിയത് ഇംഗ്ലീഷിലാണ്. മൈ സ്റ്റോറി. അതിൻ്റെ മലയാള പരിഭാഷയാണ് വാസ്തവത്തിൽ മലയാളനാട് വീക്കിലിയിൽ വന്നത്. ഞങ്ങൾ പഠിക്കുമ്പോഴാണ്, ഞങ്ങളൊക്കെ അന്ന് MA പഠിക്കുകയാണ്. അപ്പോൾ ഈ മലയാളനാട് വീക്കിലി കയ്യിൽ കൊണ്ട് നടക്കുന്നത് തന്നെ ഒരു മാനക്കേടായിരുന്ന കാലമാണ്. ആലോചിച്ച് നോക്കൂ. എന്താ കാരണം? ഒരു സ്ത്രീ അവരുടെ സ്വകാര്യ ജീവിതം തുറന്നു പറയുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതൊരു വിഷയമല്ല. അന്നിപ്പോൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. 1969 OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വന്നത്. അതിൽ കുഞ്ഞാമന ഋതുമതിയാവുന്നതിൻ്റെ ഒരു ചിത്രീകരണമുണ്ട്. ഒന്നുമില്ല, ഈ കരിയിലകളിൽ ഇങ്ങനെ ചോര വീഴുമ്പോഴുള്ളൊരു എന്തൊരു ബഹളമായിരുന്നു അറിയോ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ പ്രീതിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മാഷന്മാരൊക്കെ ക്ലാസ്സിൽ ഭയങ്കര ക്ഷോഭം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വലിയ ആഘോഷമായിരുന്നു. എന്താ കാരണം? ആധുനിക സാഹിത്യം എന്ന് പറഞ്ഞാൽ അന്ന് പ്രധാനമായിട്ട് OV വിജയനും ആനന്ദ്, കാക്കനാടൻ, മാധവിക്കുട്ടി, കുഞ്ഞബ്ദുല്ല, മുകുന്ദൻ, ഇങ്ങനെ കുറച്ച് ആളുകളാണ്. അപ്പോൾ അവരുടെ അനുയായികളായിട്ട് ചാവേറായിട്ട് നടക്കുകയാണ് ഞങ്ങളൊക്കെ. സാഹിത്യ താല്പര്യമുള്ള എല്ലാ ക്യാമ്പസിലെയും കോളേജിലെയും യൂണിവേഴ്സിറ്റിയിലൊക്കെ പിള്ളേർ. അപ്പോൾ അന്ന് അധ്യാപകർ, ഞങ്ങൾ മുതിർന്ന ആളുകൾക്ക് ഇതിനെതിരാണ്. അപ്പോൾ ആർത്തവ രക്തം എന്ന് തന്നെ പറയില്ല. ആലോചിച്ചു. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു അധ്യാപകൻ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, തൂലിക ജീവരക്തത്തിൽ മുക്കുക എന്ന് സാഹിത്യകാരന് പണ്ടേ ഒരു ഉപദേശം പണ്ഡിതന്മാരും ചിന്തകന്മാരും വിമർശകന്മാരും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആധുനിക സാഹിത്യകാരന്മാർ എന്താ ചെയ്യുന്നത്? അവർ തൂലിക ആർത്തവ രക്തത്തിൽ മുക്കുന്നു എന്നാണ്. അത് പറഞ്ഞു പോയ തെറ്റാണ്. ഈ പ്രശ്നം തീർന്നു. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ അവർ ഋതുമതിയാകുന്നതിനെ പറ്റി ഒരധ്യായം തന്നെ എഴുതി. OV വിജയൻ പുരുഷനല്ലേ, മാധവിക്കുട്ടി ആരാണ്? സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീയുടെ കാര്യങ്ങൾ പറയാൻ വരുന്ന സ്ത്രീകൾ നമുക്ക് നേരത്തെ ഉണ്ട്. ഇപ്പോൾ ലളിതാംബിക അന്തർജനുണ്ട്, അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ തന്നെ അമ്മ ബാലാമണി അമ്മയുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. പക്ഷേ ഇന്നത്തെ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ സ്ത്രീപക്ഷമായിട്ട്, പെണ്ണെഴുത്തായിട്ട്, സ്ത്രീവാദമായിട്ട് ഒക്കെ വരികയാണ് ആര്? ഇതൊന്നും മാധവിക്കുട്ടി അംഗീകരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം, VM നായരുടെ മകളാണ് മാധവിക്കുട്ടി. മാതൃഭൂമിയുടെ മാനേജിങ് എഡിറ്ററായിരുന്നു അദ്ദേഹം. എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. ബാലാമണിയമ്മ എന്നുള്ള അതിപ്രസിദ്ധയായ ഒരു കവിയുടെ മകളാണ്. അവരുടെ വല്യമ്മാവനാണ് സാക്ഷാൽ നാലപ്പാട്ട് നാരായണ മേനോൻ. അങ്ങനെ വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ അനവധി കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, നാണി എന്നാണ് എൻ്റെ പേര്, ഞാൻ ഓർക്കുന്നത്. തറവാട്ടിൽ എങ്ങനെയാണ് ഒരു വേലക്കാരി അവിഹിതഗർഭം ധരിച്ചിട്ട് അപമൃത്യുവിന് ഇരയാവുന്നത്. ഭീകരമായൊരു കവിതയാണ്. ഇതുപോലെ അവരെല്ലാം പറയും. അതിൽ പ്രശ്നം, ഒരു സ്ത്രീ അവർ വിവാഹിതയാണ്, 3 ആൺകുട്ടികളുടെ അമ്മയാണ്, അതിപ്രസിദ്ധയാണ്. ചെറിയ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ അവർ എഴുതാൻ തുടങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാതൃഭൂമിയിൽ അവരുടെ കഥ വരും. അത് ആളുകൾ ആദ്യം ചിലർക്ക് വിചാരിച്ചത് VM നായർ അവിടെ ഉള്ളതുകൊണ്ട് മലാമണയുടെ മകളായതുകൊണ്ട്, അങ്ങനെയൊന്നുമല്ല. അവർ സ്വന്തം മേൽവാസം നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ആത്മകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിക്കുമായിരുന്നോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. അവരവിടേക്ക് അയച്ചോന്ന് എനിക്ക് അറിഞ്ഞോളാം. ഏതായാലും മലയാളനാട്, അന്ന് SK നായരാണ് എൻ്റെ പത്രാധിപർ, കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്നൊരു വാരികയാണ്. അതിൻ്റെ മേൽവിലാസം മുഴുവൻ ഈ മാധവിക്കുട്ടിയുടെ ആത്മകഥയായിരുന്നു. അപ്പോൾ അതിൽ അവർക്കുള്ള വിവാഹ ബന്ധത്തിന് പുറത്തുള്ള അവരുടെ ചില വ്യക്തികളായിട്ടുള്ള മാനസിക ബന്ധത്തെപ്പറ്റിയും ശാരീരിക ബന്ധത്തെപ്പറ്റിയൊക്കെ എഴുതുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ അവരോട് പലവട്ടം അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, അതൊന്നും ഉള്ളതല്ല കാരശ്ശേരി. പിന്നെന്താ? അതിൻ്റെ പേരെന്താ കുട്ടി നോക്കാത്തത്? അതിൻ്റെ എന്താ പേര്? എൻ്റെ കഥ എന്നല്ലേ, കഥയല്ലേ അത്, ഫിക്ഷനല്ലേ അത്. നമ്മൾ ഇവരെന്തിനാ ആത്മകഥ എന്ന് പറഞ്ഞ്? ആത്മകഥ ആയതുകൊണ്ട്. എന്താ ആത്മകഥ? അങ്ങനെയാണ് ആത്മകഥ. ഇങ്ങനെ ആത്മകഥ എഴുതാവുന്നുണ്ടോ? ഉണ്ടോ? ആത്മകഥ എന്നുള്ള ഒരു സാഹിത്യ രൂപത്തെ തന്നെ അവർ അപനിർമ്മിക്കുകയാണ്, ഡീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അതൊക്കെ ഉള്ളതാണോ? അപ്പോൾ അവർ ചിരിക്കും.
അത് കുറച്ച് ഭാവനയാണ്. ഏതാ ഭാവന? അത് പറയില്ല. ഏതാണ് അതിൻ്റെ ഭാവന, ഏതാണ് അതിലുള്ളത്, ഏതാണ് സത്യം, ഏതാണ് അതിലെ സങ്കല്പം, അങ്ങനെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം. അപ്പോൾ നമ്മൾ ലണ്ടനിലോ ബെർലിനിലോ ന്യൂയോർക്കിലോ ഒക്കെ മലയാളി അല്ലാത്ത അല്ലെ ഇന്ത്യക്കാരനല്ലാത്ത ഒരാളെ പരിചയപ്പെട്ട സാഹിത്യ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചോദിക്കും, ഓ യു ആർ കമ്മിങ് ഫ്രം ദ ലാൻഡ് ഓഫ് കമലദാസ് എന്ന് പറയും. കമലദാസിൻ്റെ നാട്ടിൽ നിന്ന് വരിക. അപ്പോൾ എന്നോട് വിദേശത്ത് പലപ്പോഴും യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലൊക്കെ, ഓ നിങ്ങൾ ഗാന്ധിയുടെ നാട്ടുകാരനാണല്ലേ, അല്ലെ നെഹ്റുവിൻ്റെ നാട്ടുകാരനാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പേര് ചെല്ലി ചോദിക്കുക. നമ്മളതിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്നാൽ അവർ ചോദിക്കുക, ഓ യു ആർ കമ്മിങ് ഫ്രം ദ ലാൻഡ് ഓഫ് കമലദാസ്. അപ്പോൾ ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവിടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന പർവേഷ് മോദി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരത്തെയാണ്, ഡൽഹിക്കാരത്തെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരവിടെ പ്രൊഫസറൊക്കെ ആയി ഒരു സായിപ്പിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഓ യു ആർ എ മലയാളി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അതെ ഞാൻ മലയാളിയാണ്. യു നോ കമലദാസ്? ഞാൻ പറഞ്ഞത്, ഐ നോ കമലദാസ്. ഡു യു ഹാവ് എർ നമ്പർ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മൊബൈൽ എടുത്തിട്ട് അവരെ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നത് സംസാരിക്കാം എന്നാണ്. നോ 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 പുട്ട് ഓഫ് യുവർ ടെലിഫോൺ പ്ലീസ്. എന്താണ്, ഹൗ ക്യാൻ ഐ ഡെയർ ടു ടോക്ക് ടു കമലദാസ്? അവരത്ര, കാരണം അവിടെ പഠിക്കാൻ പറ്റുന്നത് മാധവിക്കുട്ടിയുടെ കമലദാസാണ് അവർക്കറിയാം. അവർ ഇംഗ്ലീഷ് കവിതകളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൊടിക്കൂറ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത്. കാരണം അവർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്രസ്സാണ് മാധവിക്കുട്ടിയുടെ. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ തൊഴിൽശാലകളിൽ എങ്ങനെയാണ് നമ്മൾ സ്ത്രീകളോട് പെരുമാറുന്നത്, നമ്മുടെ പ്രണയത്തെപ്പറ്റിയും ദാമ്പത്യത്തെപ്പറ്റിയും കാമത്തെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എന്താണ് തുടങ്ങിയുള്ള അനവധി കാര്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നുകിൽ കമലദാസിൻ്റെ ഇംഗ്ലീഷ് കവിതകളാണ്, അല്ലെങ്കിൽ അവരെഴുതിയിട്ടുള്ള കഥകളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ കഥ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി എഴുതിയല്ലേ? അങ്ങനെ മാധവിക്കുട്ടി പറയും. കാരണം അവർ സുഖമില്ലാതെ ബോംബെയിൽ ഒരു ആശുപത്രി കിടക്കുമ്പോൾ നമുക്ക് ചികിത്സിക്കാൻ കാശ് വേണം, കമലെ നീ എന്തെങ്കിലും എഴുത് എന്ന് ഭർത്താവ് കൊണ്ട് എഴുതിയാൽ അതൊക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കും. മാധവിക്കുട്ടി കളവ് പറയണമല്ല, മാധവിക്കുട്ടി കള്ളം പറയാൻ അറിയില്ല മാധവിക്കുട്ടി. പിന്നെന്താ അവർ പറയുന്നത്? അവർക്ക്, ഞാൻ അവരുമായിട്ട് അടുത്ത് പരിചയം, എനിക്ക് മനസ്സിലായത് അവർക്ക് ഏതാണ് യഥാർത്ഥം, ഏതാണ് അയഥാർത്ഥം, ഏതാണ് റിയൽ, ഏതാണ് അൺറിയൽ എന്ന് കൃത്യമായിട്ട് അവർക്ക് തിരിച്ചറിയില്ല. അങ്ങനെ തിരിച്ചറിയാത്ത ഒരാളെ എനിക്ക് വേറെ അറിയാം, അത് ബഷീറാണ്. ബഷീറിന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് യാഥാർത്ഥ്യവും അയഥാർത്ഥ്യവും അത് തിരിച്ചറിയില്ല. ഏതാണ് യഥാർത്ഥം, ഏതാണ് അയഥാർത്ഥം തിരിയില്ല. അപ്പോൾ ബഷീർ ഒരിക്കലും എന്നോട് പറഞ്ഞത്, മുഹമ്മദ് നബി ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ വന്നു എന്നാണ്. ആലോചിക്കൂ, അത് വളരെ കാര്യമായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്ത് ഇപ്പോഴുണ്ട്? കുറച്ച് അതുണ്ടെന്ന് കൂട്ടിക്കൊന്നു. അല്ലെ യക്ഷികൾ അദ്ദേഹത്തെ കാണാൻ വന്ന കഥയൊക്കെ എന്നോട് പറയും. ഇതുപോലെ ഒരാളാണ് OV വിജയൻ. ഈ മൂന്നാളിലാണ് ഞാൻ ഈ പ്രശ്നം കണ്ടത്. അപ്പോൾ മാധവിക്കുട്ടി എന്താ എഴുതിയത്? ഇതൊക്കെ കള്ളത്തരമല്ലേ? ഇതൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ? അല്ല. അവരെന്താ എഴുതിയത്? അവർ ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ കഥയാണ് എഴുതിയത്. ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ആത്മകഥയാണത്. അവിടെ ഞാൻ എന്ന് പറയുന്നത് മാധവിക്കുട്ടി കമലദാസ് എന്ന് പറയുന്ന വ്യക്തിയല്ല. ആരാണ് ഞാൻ? ഇന്ത്യയിലെ സ്ത്രീയാണ്. നമ്മുടെ സമുദായം, നമ്മുടെ ജാതി ആചാരങ്ങൾ, നമ്മുടെ മതാചാരങ്ങൾ, നമ്മുടെ നാട്ടു നടപ്പുകൾ, നമ്മുടെ രാജാധിപത്യം, നമ്മുടെ സാമ്രാജ്യത്വം, അത് കഴിഞ്ഞ് വന്ന നമ്മുടെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ഞെങ്ങി ഞെരുങ്ങി ശ്വാസം മുട്ടുന്നത് എന്ന് കാണിക്കുന്ന ഒരു കഥയാണത്. അതുകൊണ്ട് അതിലിപ്പോൾ ആ പറയുന്ന ഒരു വ്യക്തി ഉള്ളതാണോ? ഇപ്പോൾ വലിയ തമാശ, അതിൽ കാർലോസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. കാർലോസ് ഒരു സായിപ്പാണ്, ഇവരുടെ കാമുകനാണ്. അതിലങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ രാധ ടീച്ചർ, കേരള യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അധ്യാപികയായിരുന്ന രാധ ടീച്ചർ കമലദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോണോഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ആ മോണോഗ്രാഫിൽ പറയുന്നുണ്ട്, ഈ കാർലോസ് ഉള്ളതല്ല, സങ്കല്പമാണ്. ഇത് അടിച്ചു വന്നപ്പോൾ മാധവിക്കുട്ടി അവിടെ ചെന്ന് ബഹളുണ്ടാക്കി, എൻ്റെ കാമുകൻ ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട്. ഇല്ലാത്തതാണ് ഇത്. ഇങ്ങനെ ഇപ്പോൾ മതിലുകൾ
എന്നുള്ള ബഷീറിൻ്റെ നോവലിലെ നാരായണി ഇല്ലാത്തതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. അത് പറഞ്ഞാൽ ബഷീർ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു ബഷീർ സമ്മതിച്ചിട്ടില്ല. ബഷീറിനോട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്നെ ബഷീർ ഏറ്റവും അധികം ശകാരിച്ചത് പറഞ്ഞപ്പോഴാണ്. ഞാൻ ചോദിച്ചു ഇതിങ്ങനെ സങ്കല്പമല്ലേ, ഇല്ലാത്തതല്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം കുറച്ചുകൂടി സംസ്കാരത്തോടെ സംസാരിക്കുന്നു. അത്രയൊന്നും ശകാരിച്ച് ബഷീർ പൊതുവെ ആളെ പറയാറില്ല, എന്നെ പലപ്പോഴും പറയാറുണ്ട്. അത് എന്നോടുള്ള അടുപ്പം കൊണ്ടാണ്. അന്ന് ഏറ്റവും ശോഭിച്ച അന്നാണ്. ഇല്ലാത്തതാണത്, സങ്കല്പമാണത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, ഇവർക്ക് ഏതാണ് സങ്കല്പം ഏതാണ് യാഥാർത്ഥ്യം എന്ന് തിരിയില്ല. അപ്പോൾ എൻ്റെ കഥയ്ക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, ഞാനത് ആവർത്തിക്കുകയാണ്, അത് മാധവിക്കുട്ടി എന്നു പേരായ നാലപ്പാട്ട കമലയുടെ VM നായരുടെയും ബാലാമണി അമ്മയുടെയും പുത്രിയായ ഒരു എഴുത്തുകാരിയുടെ, അല്ലെങ്കിൽ മോനുവിൻ്റെയും സഹോദരന്മാരുടെ അമ്മയായ ഒരു എഴുത്തുകാരിയുടെ കഥയല്ല. അതെന്താണ്? അത് ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ആത്മകഥയാണ്. അതുകൊണ്ടാണത് ഇത്രയധികം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്.